എല്ലാവർക്കും നമസ്കാരം. ശ്രീസ് മൊമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റോയൽ യാച്ച് ബ്രിട്ടാനിയ എന്ന് പറഞ്ഞൊരു കപ്പലാണ്. സ്കോട്ട്ലൻഡിലാണ് ഈ കപ്പലുള്ളത്. അപ്പോൾ ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണ് നമ്മൾ ഈ ഷിപ്പ് കാണാനായിട്ട് പോയത്. 1953 സ്കോട്ട്ലാൻഡിൽ ഈ കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്. രാജകുടുംബമാണ് ഈ കപ്പൽ 44 വർഷത്തോളം യൂസ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് ഒരു മ്യൂസിയം പോലെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പം ഇതുപോലൊരു സ്പീക്കർ തരും. അതിൽ ലെവൽ 1, 2, 3 ഒക്കെ എത്തുമ്പം അതാത് നമ്പർ പ്രസ് ചെയ്താലേ ഈ ഷിപ്പിൻ്റെ സ്റ്റോറി നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് രാജാവ് ഉപയോഗിച്ചിരുന്നൊരു കാറാണ് കേട്ടോ. അത് ഷിപ്പിനകത്തേക്ക് എങ്ങനെയാണ് കയറ്റിയത് എന്നൊക്കെ ഉള്ളത് അത് നമുക്കവിടെ പിക്ചറായിട്ട് കാണാനും പറ്റും, അല്ലാതെ തന്നെ കേൾക്കാനും പറ്റും. ഈ കാണുന്നത് കിങ്ങിൻ്റെയും ക്യൂനിൻ്റെയും റൂമാണ്. അപ്പോൾ ഇതിൽ നടുവിലായിട്ട് കണക്റ്റിംഗ് ഡോർ ഉണ്ട്. 2 ഡോറ് ആയിട്ടുള്ള 2 റൂമായിട്ടാണ് നമുക്ക് തോന്നാം. നടുവിലായിട്ട് ഇങ്ങനെ ഒരു കണക്റ്റിംഗ് ഡോറ് കൂടിയിട്ട്. ഇത് ചാൾസ് ഡയാനയുടെ ഹണിമൂൺ റൂമാണ്. പിന്നെ ഈ റൂമിൻ്റെയൊക്കെ വിൻഡോസ് നല്ല ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്. അത് അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവർക്ക് ഇവിടെ എവിടെ ഇരുന്നാലും ചുറ്റും ഉള്ള സീ കാണാം, മറ്റു ഷിപ്പുകളും നല്ല വ്യൂവും ഒക്കെ കാണാം. അവർക്ക് എൻജോയ് ചെയ്ത് ഡ്രിങ്ക്സ് കഴിക്കാം, ഫുഡ് കഴിക്കാം, അങ്ങനെയുള്ള എല്ലാ എൻജോയ്മെൻറ്റും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളായിട്ടുള്ള മീറ്റിങ്ങുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഷിപ്പിൽ തന്നെയാണ് നടന്നിരുന്നത്. ഇപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു മ്യൂസിയത്തിൻ്റെ ഫീലാണ് ഉണ്ടാവുക. ഇത് ഷിപ്പിൻ്റെ ഫ്രണ്ടിലുള്ള, അതായത് ഒരു ലിവിങ് റൂമാണ്. നമ്മൾ കയറി ഏറ്റവും ടോപ്പിൽ നിന്ന് ഉള്ളിലേക്ക് കിടക്കുമ്പോഴുള്ള റൂമാണ്. ഇവിടെ എഡ്വേർഡ് സീഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രകാരൻ്റെ 2 ചിത്രങ്ങൾ കാണാം. രാജാവ് അദ്ദേഹത്തെ ക്ഷണിച്ച് വരുത്തി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള 2 പെയിൻറ്റിങ്സ് അവിടെ ചുവരിലുണ്ട്. ഈ രാജാവ് ചിത്രം വരയ്ക്കുന്ന ആളായിരുന്നു. ഇദ്ദേഹം പെയിൻറ് ചെയ്യുന്നത് അതേപോലെ തന്നെ രാജാവ് വരച്ചിട്ടുണ്ട്. അദ്ദേഹം ഇരുന്നിരുന്ന ആ പെയിൻറ്റിങ്ങിൽ കാണുന്ന അതേ സോഫ തന്നെയാണ് ഇപ്പുറത്തേക്ക് കിടക്കുന്നത്. ഇപ്പം നമ്മളുള്ളത് ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇവിടെയാണ് നന്നായി നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഗ്ലാവിൻ്റെ ഉള്ളിൽ നിന്ന് കൈ എടുത്തപ്പോൾ തന്നെ ഷിവറിങ് ആണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോസൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല, കാരണം നന്നായിട്ട് കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇളകി പോകുന്നുണ്ട്. ശരിക്കും ലക്ഷറി ആയിട്ടുള്ളൊരു ഭാഗത്തേക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ ഇരുവശത്തും റൂമുകളും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ അങ്ങനത്തെയൊക്കെ ഉണ്ട്. രാജകുടുംബത്തിൻ്റെ ഡൈനിങ് ഏരിയ, അതുപോലെ വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ ഉള്ള ഡൈനിങ് ഏരിയ, അതൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട്. ബ്രിട്ടാനിയ കാണാൻ ഒത്തിരി വിസിറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ചെല്ലുന്ന സമയത്തും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. 1992 വരെ ഈ ഷിപ്പ് റണ്ണിങ് ആയിരുന്നു. ഏതോ ഒരു ക്യൂവിൻ്റെ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ് ആ വുഡൻ മങ്കി. അത് ഈ റൂമിൽ പല പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഇത് ഈ ഗ്ലാസ്സിനകത്താണ് വെച്ചിട്ടുള്ളത്. എല്ലാം പോളിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചൈനയുടെ പാൻട്രിയും അതുപോലെ തന്നെ സിൽവർ പാൻട്രീസൊക്കെ ഇവിടെ കാണാം. സ്റ്റോർ റൂം, അതുപോലെ കുറേ സംഭവം. ഒരു 5 സ്റ്റാർ ഹോട്ടലിനകത്ത് എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെ, അതുപോലെ ഒരു കൊട്ടാരത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അന്നത്തെ കാലത്ത് ഇവർ ഇങ്ങനെ തന്നെ ഉപയോഗിച്ചിരുന്നതാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നും. ഇവിടെയാണ് രാജകുടുംബത്തിൻ്റെ വിശിഷ്ട അതിഥികൾ, അതായത് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ക്ഷണിച്ചെത്തുന്ന അതിഥികൾക്കുള്ള ഡൈനിങ് റൂമാണ്. ഇവിടെയാണ് അവർ ഡിന്നർ കഴിക്കുന്നത്. ഈ സ്ഥലത്തിരുന്നുകൊണ്ട് രാജീവ് ഗാന്ധി, നെൽസൺ മണ്ടേല, മാർഗരറ്റ് താച്ചർ തുടങ്ങി നമുക്കും കൂടി സുപരിചിതരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തി അവരോടൊപ്പം ഇരുന്ന് ഡിന്നർ കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതായത് ക്യൂനിനെയും കിങ്ങിനെയും
കാണാൻ വരുമ്പം അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സംഭവങ്ങളാണ് വെയിൽ ബോണ്, അതുപോലെ വളരെ റയറായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ, വലിയ വലിയ ഗിഫ്റ്റ്സ്. ഇതിൽ കാണിക്കുന്ന ഈ 3 മണി ഈ സമയത്താണ് രാജകുടുംബം ലാസ്റ്റ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ആ ക്ലോക്കിന് പിന്നെ ഒരു മാറ്റം വരുത്താതെ ആ ടൈമിൽ തന്നെ അതവിടെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഷിപ്പിൻ്റെ മിഡിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങാനുണ്ട്, 2 സൈഡിലോട്ട് പോകാനുണ്ട്. അങ്ങനെ ഒത്തിരി നടക്കാനുണ്ട്. 4.5 മണിക്കൂർ എന്തായാലും അതിനകത്ത് നടക്കാനുണ്ട്. അതിലും കൂടുതൽ സമയം എടുക്കണം. നമ്മളൊന്ന് സ്പീഡായാൽ തന്നെ 4.5 മണിക്കൂർ നടന്ന് കാണാനുള്ളതുണ്ട്. ഫുൾ കണ്ടു കഴിയുമ്പോഴേക്കും ശരിക്കും ക്ഷീണമാവും. കാരണം അത്രയധികം ഏരിയ കവർ ചെയ്യാനുണ്ട് ഫുൾ കാണണമെങ്കിൽ. നമ്മളെന്തായാലും ടിക്കറ്റ് എടുത്ത് പോകുന്നത് അത്രയും കാണാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്ലോയിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ ലെവൽ 18 എത്തിയിട്ടുണ്ട്. അങ്ങനെ 24 ലെവൽ അങ്ങോട്ട് ഉണ്ട്. ഇത് പണ്ടത്തെ ഒരു പിയാനോ ആണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പിയാനോ ആണ്. ഈ കാണുന്ന പിയാനോ 1952 350 പൗണ്ടിന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതും നന്നായി പോളിഷൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി തന്നെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഷിപ്പിൻ്റെ ഓരോ വിൻഡോയിലൂടെയും പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പുറത്ത് വേറെ ഷിപ്പുകളും ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്. അസഹ്യമായ തണുപ്പ് മാത്രമാണ് ഒരേ ഒരു പ്രശ്നം. ഇത് മെസ് റൂമാണ്. അപ്പം ഫുഡിന് മുമ്പ് ഒരു ഡ്രിങ്ക്സ് ഒക്കെ എടുത്തിട്ട് പോകാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സൊക്കെ അത് ഡമ്മിയാണ് കേട്ടോ. അത് കമഴ്ത്തി വെച്ചാൽ അതിന്നൊന്നും പോവില്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെയൊക്കെ ഒന്ന് പോസ് ചെയ്തതാണ്. ഇവിടെയൊക്കെ ഏറ്റവും രസകരമായി തോന്നിയത് കിങ്ങിൻ്റെ മീറ്റിംഗ് റൂം വേറെ, ക്യൂനിൻ്റെ വേറെ, അതുപോലെ തന്നെ ഓരോ സിറ്റിംഗ് റൂം എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ളത് അതുമുണ്ട്. അപ്പം ഓരോ വ്യക്തികൾക്ക് കിട്ടേണ്ട പ്രൈവസി അതുമുണ്ട്. അവരുടെ എൻജോയ്മെൻറ്റിനുള്ള കാര്യങ്ങളായിട്ട് അത് വേറെയുണ്ട്. ഇവിടെയൊക്കെ സ്റ്റാഫുകൾ താമസിക്കുന്ന ഇതാണ്. അവരുടെ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ലോക്കറുകളും കബോർഡുകളും അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓരോ തരം ഡ്രസ്സ്, ബഡ് അതൊക്കെ കഴുകാനും അതിൻ്റെ ഡ്രയറും ഒക്കെ ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വാഷിംഗ് മെഷീനുകൾ, ഡ്രയറായിട്ട് യൂസ് ചെയ്യുന്നത്, കോളറിന്, പില്ലോയ്ക്ക്, ബെഡിന്, കോട്ടിന്, ഡൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി അതിനകത്ത് കണ്ടു കേട്ടോ. എന്തായാലും ഷിപ്പിൻ്റെ എല്ലാ ഭാഗമൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇത് സ്റ്റാഫൊക്കെ കിടന്നിരുന്ന അവരുടെ ബെഡുകളും അതൊക്കെയാണ് കാണിക്കുന്നത്. വീഡിയോ ഒത്തിരി ലെങ്ത്ത് കൂടും, അത്രയധികമുണ്ട്. ഇത് തന്നെ ഞാൻ കുറച്ചിട്ട് വരെ 10-11 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഷിപ്പിനകത്ത് ചെറിയൊരു ഹോസ്പിറ്റൽ കൂടിയുണ്ട് കേട്ടോ. ചെറിയൊരു ക്ലിനിക്കിൻ്റെ സെറ്റപ്പ് ഉണ്ട്. അതിൽ ബെഡും മറ്റ് എല്ലാ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. രാജകുടുംബം താമസിക്കുമ്പം അഡീഷണലായിട്ട് എക്സ്പേർട്ടായിട്ടുള്ള 2 ഡോക്ടേഴ്സ് കൂടി അവരോടൊപ്പം ചേരും. പിന്നെ ഇതിനകത്തൊരു 10ഓളം ബോട്ടുകളുണ്ട്. അവിടെ ഇവിടെയായിട്ട് ബോട്ടുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ രാജാവും രാജ്ഞിയൊക്കെ ഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ബോട്ടിങ്ങിനായിട്ടും അങ്ങനെ ആയിട്ടും പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടുകൾ അതൊക്കെ വേറെ ഉണ്ട് കേട്ടോ. എപ്പോഴും കലകളെ സ്നേഹിക്കുന്നവരാവുമല്ലോ രാജകുടുംബാംഗങ്ങൾ. അപ്പോൾ അവർ അതിലെ പ്രശസ്തരായ ആളുകളൊക്കെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കും. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അതിനകത്ത് തന്നെ ഉണ്ട്. ഷിപ്പിനകത്ത് നമുക്ക് വേണമെങ്കിൽ സ്വീറ്റ്സും അതുപോലെ സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഷിപ്പിനകത്തുള്ള പോസ്റ്റ് ഓഫീസാണ് കേട്ടോ.
ഈ വുഡൻ ബോട്ട് ക്യൂവിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ചാൾസ് കുഞ്ഞായിരിക്കുമ്പോൾ ചാൾസിനെ ഇങ്ങനെ തുഴഞ്ഞ് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ആരോ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണിത്. അങ്ങനെ ഞങ്ങൾ ബ്രിട്ടൻ്റെ അഭിമാനമായ റോയൽ യാച്ച് ബ്രിട്ടാനിയ മുഴുവനായി കണ്ടു. ഒരുപാട് നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.